ദൈവത്തിരുമുഖം കാണാനും ദൈവത്തോടൊത്തു വസിക്കാനും ദുഃഖങ്ങളെല്ലാം അകറ്റാനും ഉള്ളഴിഞ്ഞാശിക്കുന്നു ഞാൻ. ദൈവത്തിരുമുഖം കാണാനും ദൈവത്തോടൊത്തു വസിക്കാനും ദുഃഖങ്ങളെല്ലാം അകറ്റാനും ഉള്ളഴിഞ്ഞാശിക്കുന്നു ഞാൻ. ആശകൾ കൂടുന്നു സർവേശ, ആശകൾ കൂടുന്നു സർവേശ, ആദിയും കൂടുന്നു ലോകേശ. വേദനയൊക്കെ തീർത്തിടുവാൻ അങ്ങല്ലാതെനിക്കാരുമില്ല. വേദനയൊക്കെ തീർത്തിടുവാൻ അങ്ങല്ലാതെനിക്കാരുമില്ല. ദൈവത്തിരുമുഖം കാണാനും ദൈവത്തോടൊത്തു വസിക്കാനും ദുഃഖങ്ങളെല്ലാം അകറ്റാനും ഉള്ളഴിഞ്ഞാശിക്കുന്നു ഞാൻ. പാപം പോക്കുക സർവേശ, താപം നീക്കുക ലോകേശ. പാപം പോക്കുക സർവേശ, താപം നീക്കുക ലോകേശ. അക്ഷയപാത്രം അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അതിനായ ആത്മാവതാരത്തോടൊത്തു വസിക്കണം, എന്നും ഒത്തു വസിക്കണം. അതിനായ ആത്മാവതാരത്തോടൊത്തു ശാശ്വത സുഖരൂപ സുഖമറിവാറുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവ, വാഴും ഗുരുദേവ. ശാശ്വത സുഖസ്വരൂപനാകുന്ന ജഗദീശ്വരൻ സമ്പൂർണമാകുന്ന ആ സുഖത്തെ ആത്മാവിൽ അനുഭവമാക്കി നിത്യാനന്ദ ലോകത്തിലേക്ക് ഭക്തലോകത്തെ ചേർത്തെടുക്കുവാൻ തിരുവവതാരമായി വന്ന ഈ ഉന്നത അവതാര വാഴ്ചക്കാലത്ത് പൊന്നുപാദത്തിലെത്തുവാൻ പരമഭാഗ്യം ലഭിച്ച പൊന്നോമന സന്താനങ്ങളെ, വീണ്ടും ഒരു ഞായറാഴ്ച ഇപ്രകാരം നമുക്ക് ഒത്തുചേരുവാനും ആരാധിച്ച് ആനന്ദിക്കുവാനും ഒരുക്കി തന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കാം. ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ എപ്പോൾ ഏത് സമയം എന്തു സംഭവിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ലോകത്തിൽ ഇപ്രകാരമൊക്കെ ദൈവം ഒരുക്കി തരുന്നത് മഹാഭാഗ്യമാണ്. ഓരോ നിമിഷവും കടന്നു കിട്ടുന്നത് മഹാഭാഗ്യമാണെന്നുള്ള തിരിച്ചറിവോടും നന്ദിയോടും കൂടിയാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ ജീവിക്കേണ്ടത്. കാരണം അത്ര
നശ്വരമായ ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം. അത്ര നശ്വരമായ ദേഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം മായയുടെ പ്രഹേളിക മാത്രമാണ്. അത് കൃത്യമായി തിരിച്ചറിയുന്നവർക്ക് എപ്പോഴും ഗുരുവിങ്കിലേക്ക് ആശ്രയവും ആ ഉന്നതമായ ഭക്തിയും ഉണ്ടാകും. അല്ലാതുള്ളവർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഓരോന്ന് പിടിച്ചടക്കാനുള്ള ആഗ്രഹത്തോടുകൂടി, ആശയോടുകൂടി ലോകത്തിൽ അങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും. അവർ വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. അങ്ങനെ ഈ ജനിമരണ ചക്രത്തിനുള്ളിൽ ഇങ്ങനെ ഉഴന്നുകൊണ്ടേയിരിക്കും. എന്നാൽ യഥാർത്ഥമായ സത്യത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഒരു മരണമേ ഉള്ളൂ, അത് ദൈവത്തിലേക്കുള്ള ലയനമാണ്. അല്ലാതുള്ളവർക്ക് അനേകം ജനനങ്ങളും മരണങ്ങളും വേണ്ടി വരും. അപ്രകാരം ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന സർവജ്ഞാനത്തെ പൂർണ്ണമായി ഹൃദയത്തിൽ സ്വീകരിച്ച് ഗുരുരൂപമായി തീരുവാൻ, ഗുരുവിങ്കിലേക്ക് ലയിക്കുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രത്യേക കലാശാലയാണ് ആത്മബോധോദയ സംഘം. ആ അറിവിൽ കൂടി കൃത്യമായി ജീവിക്കുവാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഓരോ ആരാധനകളിലും നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി ആരെല്ലാം സ്വീകരിക്കുന്നു അവർക്കെല്ലാം അതിൻ്റെതായ ചൈതന്യവും സുഖവും ആനന്ദവും അനുഭവമാകുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് കൈയടിച്ചു കേട്ടോ. അപ്പോൾ ഉന്നതനാകുന്ന ഗുരുവിൻ്റെ പരമോന്നതമായ വാഴ്ച, അതാണ് നമ്മൾ ഈ സന്നിധാനത്തിൽ വന്ന് അനുഭവിക്കുന്നത്. ലോകത്തിലെ എല്ലായിടത്തിലും എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. എന്നാൽ ദൈവത്തെ പ്രത്യക്ഷമായി കാണണമെങ്കിൽ താൻ തന്നെ ഒരുങ്ങി വന്നെങ്കിലേ കഴിയൂ. അപ്രകാരം ഒരുങ്ങി വന്ന് ശുഭാനന്ദ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് മർത്യജന്മങ്ങൾക്ക് കാണുവാൻ തക്ക വിധം കരുണയോടുകൂടി വാഴുന്ന വാഴ്ചയാണ് ശുഭാനന്ദ അവതാരം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കലിയുഗ അവതാരം എത്രയാനന്ദം, കലിയുഗ അവതാരം ആരാഞ്ഞറിയുന്നവർക്കു ആനന്ദം തന്നെ. ഇങ്ങനെ ആരാഞ്ഞറിഞ്ഞ് ആരാധിക്കുന്നവർക്ക് ആത്മാവിൽ ആനന്ദം ദാനം ചെയ്യുവാൻ, ശുഭമായ ആനന്ദം ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന ഗുരുവിനെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ പൂർണ്ണമായി അറിയുവാനുള്ള ശ്രമം നിങ്ങളിൽ നടക്കേണ്ടതാണ്. അതിനെ പൂർണ്ണമായും ഗ്രഹിക്കുവാനുള്ള ശ്രമം നിങ്ങളിൽ നടക്കേണ്ടതാണ്. പൂർണ്ണരൂപത്തെ ആത്മാവായി കാണുവാനുള്ള സത്യവ്രതത്തെ നിങ്ങൾ ധരിക്കേണ്ടതാണ്. അറിവ് ഗുരുവിൽ നിന്ന് ലഭിക്കും, കർമ്മം നിങ്ങളിൽ കൂടിയാണ് പൂർത്തിയാവേണ്ടത്. അതാണ് ലോകത്തിൻ്റെ വ്യവസ്ഥ. അല്ലാതെ ആർക്കും എളുപ്പവഴികൾ കൊടുത്തിട്ടേയില്ല. ഒരാളിന് പോലും ഒരു എളുപ്പവഴിയില്ല. ഇതിനകത്ത് മോഡറേഷൻ ഇല്ല. എല്ലാം കൃത്യമായ കണക്കുകളിൽ കൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകാന്ത്യം വരെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ അറിവിനെ സ്വീകരിച്ച് ഈ മായാലോകത്തെ ജയിച്ച് ഉന്നതനാകുന്ന ഗുരുവിനെ ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കുവാനുള്ള പ്രാപ്തി എനിക്കുണ്ടാവണമെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. വീട്ടിൽ ഒരാൾ ഭക്തിയോടുകൂടി ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം നേടാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ബാഹ്യമായ പല കാര്യങ്ങളും സന്തോഷമായി നടക്കും. പക്ഷേ അവനവന് വിശപ്പ് വന്നാൽ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ, അവനവൻ്റെ ആത്മസുഖത്തിന് അവനവൻ തന്നെ കർമ്മം ചെയ്യണം. അത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. സൃഷ്ടി ആരംഭത്തിൽ തന്നെ നിയമിച്ച നിയമമാണ്. അതിനെ അഴിക്കാൻ സൃഷ്ടാവിന് പോലും സാധ്യമല്ല. അങ്ങനെ അഴിക്കാൻ പറ്റുന്നതല്ല, അഴിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഒന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഉൾപ്പെട്ട് നിന്നുകൊണ്ടാണ് ദൈവം പോലെ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന് ഓരോ ശരീരവാഴ്ചകളെയും ത്യാഗകർമ്മങ്ങളെയും പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തന്മാരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് എപ്പോഴും സൽക്കർമ്മങ്ങളിൽ കൂടി ജീവിതം ചെയ്യുവാനുള്ള സത്ചിന്ത നിലനിൽക്കട്ടെ. സത്ചിന്ത കൊണ്ടല്ലാതെ ഒരാളിനും ഒരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. അനേകം കീർത്തനങ്ങൾ പഠിച്ചതുകൊണ്ടോ ഉപദേശം പറഞ്ഞു പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം പഠിച്ചതുകൊണ്ടോ ഒന്നും ഒരാൾ ഭക്തനാകുന്നില്ല, പരിപൂർണനാകുന്നില്ല. സത്യമായ വഴിയിലൂടെ ജീവിതം ചെയ്തെങ്കിൽ മാത്രമേ പരിപൂർണനാകാൻ കഴിയുള്ളൂ. അത് ആ പരിശീലനമാണ് നിങ്ങളിൽ സിദ്ധിക്കേണ്ടത്. അല്ലാതെ പുറമേ നമ്മൾ കുറേ ഭാവന ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഭാവന കൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല. നമുക്കറിയാമല്ലോ എത്രയോ കാര്യങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു. പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്നാലും ആ ആൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ച് എത്രയോ സമയം അങ്ങനെ സാധുവെ പോലെ ഇരുന്നു, എല്ലാം വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു, അവസാനം നമ്മളെ വഞ്ചിച്ചു.
ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പല കുറവുകളും പോരായ്മകളും വരുത്തി നമ്മളിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മളെ മുഴുവനായി കൊണ്ടുപോവുകയോ ചെയ്യുന്ന അവസ്ഥകൾ എത്രയോ ഇടത്ത് കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ കാണില്ലേ? സ്വന്തമായി ഉണ്ടായില്ലെങ്കിലും അയലത്തുകാർക്കോ അല്ലെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഉണ്ടായിട്ട് പരസ്പരം ഇരുന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ടില്ലേ? അപ്പോൾ പുറമേയുള്ള ഭാവനയല്ല വേണ്ടത്, അകമേയുള്ള പരിശുദ്ധതയാണ് വേണ്ടത്. അതിൻ്റെ പേരാണ് സ്വയംഭായ ഭക്തി. സ്വയം പ്രകാശമാ ഉത്കൃഷ്ടബോധസ്വരൂപനാകുന്ന ഈശ്വരൻ എൻ്റെ ഉള്ളും പുറവുമായി വാഴുന്നു എന്ന പരമസത്യത്തെ എപ്പോഴും ബോധ്യപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും സത്യമായി തീരുവാൻ പരിശ്രമിക്കുന്നവർ മാത്രമാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ സത്യം കേട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ടത് കൊണ്ടായില്ല. അത് ബാഹ്യമായ കാര്യമാണ്. ആന്തരികമായ ആ ഒപ്പാണ് വരേണ്ടത്. ദൈവം മുമ്പാകെ സർവ്വതും സാക്ഷിയാക്കി അതിൽ നിന്നൊന്നും ഒഴിവാക്കാൻ ആർക്കും പറ്റുകയില്ല. അത്രയും സാക്ഷികളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും സാക്ഷികളുടെ മുന്നിൽ വെച്ച് ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്കാണ് ആ ഒപ്പ് ചാർത്തി കൊടുക്കുന്നത്. ആ ചിന്തയുള്ളവർക്ക് ഒരിക്കലും ഒരു അന്യവിചാരം ചെയ്യുവാൻ സാധിക്കുകയില്ല. എങ്ങനെ സാധിക്കും? ആരെ മറച്ചിട്ട് സാധിക്കും? തന്നെ മറച്ചൊരു കർമ്മവും ചെയ്യുവാൻ ഭക്തന്മാർക്കാർക്കുമേ സാധ്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അറിവുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ മറിച്ച് ഒന്നും ചെയ്യാൻ തോന്നുകയില്ല. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് അർത്ഥമില്ല, ആ ജീവിതം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഉന്നതനാകുന്ന ഗുരുവിൻ്റെ മഹാകാരുണ്യം നുകർന്നനുഭവിക്കുവാൻ ആനന്ദിക്കുവാൻ തക്കവിധം സത്യജീവിതം ചെയ്യുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഓരോ കർമ്മങ്ങളും ഉന്നതമായി നടത്തിത്തരുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് എന്താണ്? സർവശക്തിയുടെ കാരുണ്യം നമ്മൾ അനുഭവിക്കുന്നു, അത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള സത്യജീവിതം തുടരുക. അതാണ് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള വഴി അതേ ഉള്ളൂ. നഷ്ടമാകാതിരിക്കണമെങ്കിൽ അതേ ഉള്ളൂ വഴി. അപ്പോൾ അടുത്ത കാര്യം വരുമ്പോൾ അതിനേക്കാൾ ആനന്ദം ലഭിക്കും. ഇപ്പോൾ ഈ ആഴ്ച ഊരാടം പക്കനാളും ഉത്രാടം പക്കനാളും കഴിഞ്ഞു വന്ന ഞായറാഴ്ചയാണ്. ഉന്നതമായ നിലയിൽ പക്കനാൾ സ്തുതികൾ നടത്തപ്പെട്ടു. പൂരം ജന്മനക്ഷത്രത്തിന് ശേഷം വന്ന ആദ്യമായിട്ടുള്ള പക്കനാളുകളായിരുന്നു. അതിൻ്റേതായ എല്ലാ ഭവ്യതകളോടും കൂടി അനുഗ്രഹീതമായി തന്നെ ആ കർമ്മം നടത്തപ്പെട്ടു. ഈ സന്നിധാനത്തിൽ ഒത്തുജീവിക്കുന്നവരും വെളിയിൽ നിന്ന് വന്നവരും സമീപവാസികളും ഒക്കെ ചേർന്ന് നല്ല നിലയിൽ തന്നെ 2 ദിവസവും സ്തുതി നടന്നു. അപ്പോൾ അത് കഴിഞ്ഞുള്ള ആ ചൈതന്യത്തോടു കൂടിയാണ് ഈ ഞായറാഴ്ച വന്നിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഏവർക്കും ലഭിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിൽ കൂടി ഏവരുടെയും ഹൃദയം ഒരു പ്രത്യേക പുതുക്കം പ്രാപിച്ച് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പരമപവിത്രം പരമാനന്ദം പരമപവിത്രം പരമാനന്ദം പാദങ്ങൾ
ചെയ്യുന്ന തൃപ്പാദമാണ് ഗുരുവിന്റെ തൃപ്പാദം. സർവാത്മാക്കൾക്കും ആനന്ദം ചെയ്യുന്ന തൃപ്പാദം, ദാനം ചെയ്യുന്ന തൃപ്പാദമാണ് ഗുരുവിന്റെ തൃപ്പാദം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഗുരു എന്നത് തന്നെ പരമാനന്ദമാണ്. ഗുരു എന്നത് തന്നെ പരമാനന്ദമാണ്. അന്ധകാരത്തെ ദൂരീകരിക്കുന്ന നിത്യപ്രകാശമാണ് ഗുരു. അന്ധകാരത്തെ നിരോധിക്കുന്ന നിത്യപ്രകാശമാണ് ഗുരു. ആ ഗുരു എന്നത് പരമാനന്ദത്തിന്റെ സ്വരൂപമാണ്. അത് ഗുരു എന്നത് പരമാനന്ദത്തിന്റെ സ്വരൂപം. ആ സ്വരൂപത്തെയാണ് നമ്മൾ ശുഭാനന്ദ നാമത്തിൽ ആരാധിക്കുന്നത്. ആ സ്വരൂപത്തെയാണ് നമ്മൾ ശുഭാനന്ദ തിരുനാമത്തിൽ ആരാധിക്കുന്നത്. ചങ്കിൽ ശുഭങ്ങൾ വർദ്ധിച്ചു, ശുഭാനന്ദ നാമവും കിട്ടി. ചങ്കിൽ ശുഭങ്ങൾ വർദ്ധിച്ചു, ശുഭാനന്ദ നാമവും കിട്ടി എന്ന് താൻ തന്നെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതാരും പ്രത്യേകിച്ച് കൊടുത്തതല്ല, അതാരും പ്രത്യേകിച്ച് കൊടുത്തതല്ല, സ്വയം സിദ്ധിച്ചതാണ്. സ്വയം സിദ്ധിച്ചതാണ്. എന്തുകൊണ്ട്? ആ രൂപം തന്നെയാണ് അവതാരമായി വന്നത്. ആ തിരുരൂപം തന്നെയാണ് തിരുവതാരമായി. 7-ാം തിരുവയസ്സിൽ മഹാദർശനം ഉണ്ടായത്. 7-ാം തിരുവയസ്സിൽ മഹാദർശനം ഉണ്ടായത്. ഈ നശ്വരമായ ലോകത്തിൽ, നശ്വരമായ ദേഹത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് മാത്രമാണ്. വന്നിരിക്കുന്നത് ആരാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞത് മാത്രം. കാരണം ലോകവശാൽ അങ്ങനെ ചില മറകളുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്ന സന്താനങ്ങൾ പോലും പലരും പല മറയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്. മറ മാറിക്കഴിഞ്ഞാൽ അവരിൽ തെളിവാകും പരമാനന്ദാവസ്ഥ. എന്തുകൊണ്ട്? ഒന്നിൽ നിന്നൊന്നായി പോരുന്ന സംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. സർവചരാചരങ്ങളിലും ഈശ്വരാംശമുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യനിൽ അതിന്റെ സമ്പൂർണ്ണാവസ്ഥയിലുണ്ട്. കാരണം ആനന്ദത്തെ പൂർണ്ണമായി അറിയുവാൻ കഴിവുള്ളത് ആത്മാവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരിടത്ത് അറിയിച്ചത്, അറിയുവാൻ ആത്മാവല്ലാതെ ഒരുവനില്ല. എന്നാൽ ആത്മാവിന്റെ ലോകത്തിലെ വാഴ്ചയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ശരീരം ലോകത്തിൽ നിന്ന് തന്നെ എടുത്തതാകയാൽ ആ ആത്മാവിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായ വിധത്തിലുള്ള സർവ്വ ചൈതന്യവും ലോകത്തിലുമുണ്ട്. മണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ജീവനുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല. പക്ഷേ ഒരു മരം കിളിർക്കുന്നതല്ല, ഒരു ചെടി കിളിർക്കുന്നത് ഈ മണ്ണിലാണ്. മണ്ണിന് ജീവനില്ലെങ്കിൽ എങ്ങനെയാണ് ജീവനെ വളർത്തുന്നത്? ആ സസ്യം ഭക്ഷിക്കുന്ന മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങളോ പക്ഷികളോ ആര് തന്നെ ആയാലും അവരും ജീവൻ നിലനിർത്തുകയാണ്. ആ ജീവനെ നിലനിർത്തുവാൻ അവരുടെ വളർച്ചയ്ക്കും ബോധകമായി നിൽക്കുന്ന ശക്തിവിശേഷം അല്ലെങ്കിൽ ജീവൻ ആ വസ്തുവിൽ ഉള്ളത് കൊണ്ടാണല്ലോ അത് ഉപയോഗിക്കപ്പെടുന്നത്. ആ ചൈതന്യം അതിൽ ഉള്ളടക്കമായിരിക്കുന്നു. അത് ഓരോന്നോരോന്ന് പരിശോധിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തർക്കും ബോധ്യമാകാവുന്നതേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ബോധമല്ലാതെ ഒന്നുമില്ലെന്ന് ബോധം തന്നവരിച്ചറിയിച്ചിടുന്നു. ബോധത്തിൽ നിന്ന് ഈ ലോകമുണ്ടായി, ബോധം തന്നെ സർവത്തെയും രക്ഷിച്ചിടുന്നു. ബോധ്യപ്പെടണമെങ്കിൽ ബോധം ഉണ്ടാകണം. അല്ലെങ്കിലോ ഇതെന്തോ ഈ പറയുന്ന മണ്ണിന് ജീവനോ എന്തോ ഈ പറയുന്നത്? അത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണ സഹിതം പറയുന്നത്. പക്ഷേ ചിന്തിക്കണമെങ്കിലും ഒരു അറിവ് വേണം. ആ അറിവിന് വേണ്ടിയാണ് യഥാർത്ഥമായ എന്റെ അടിസ്ഥാനത്തെ ആദ്യമേ നിങ്ങളിലേക്ക് തന്നത്. ചിന്തിച്ചറിയുവാനുള്ള അറിവ്. അതെന്താണത്? ജന്മാന്തര ജ്ഞാനം. ജന്മാന്തര ജ്ഞാനമാണ് ആദ്യം നിങ്ങളിലേക്ക് തന്നത്. എന്നിട്ട് കൽപ്പിച്ചു, ചിന്തിച്ചറിയുവാനുള്ളൊരറിവ് തരുന്നു, ചിന്തിച്ചറിയുവാനുള്ളൊരറിവ് തരുന്നു.
ചിന്തിച്ചറിവാനുള്ളൊരറിവ് തരുന്നു. ചിന്തിക്കാനുള്ള അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ പേരെന്താണ്? ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക, ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക. ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക, ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക. ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവർക്ക് ജാതിമത ഭേദബുദ്ധികളൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു പറയുമ്പോൾ ഒരു പേര് പറയും. എന്താ ആ പേര്? മനുഷ്യകുലം. അത് ലോകത്ത് ജീവിക്കുന്നവരെ മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. ഈ രണ്ടു കാലിൽ ഉയർന്ന് നടക്കുന്ന ഈ വസ്തുവിൻ ജന്മങ്ങളെ എല്ലാം നമ്മൾ വിളിക്കുന്ന മനുഷ്യരെന്നാണ്. മനനം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് മനുഷ്യനെന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യ, എന്താണ് നീ മനനം ചെയ്യേണ്ടതെന്നുള്ള അറിവില്ലെങ്കിൽ മനനം കൊണ്ട് അർത്ഥമൊന്നുമില്ല. അതാണ് പറഞ്ഞത്, മനസ്സേ നീ മനനം ചെയ്തറിയുക പരമാർത്ഥം. മനസ്സേ മനസ്സേ നീ മനനം ചെയ്തറിയുക പരമാർത്ഥം. മനസ്സേ മനുഷ്യനായി ലോകെ ജന്മമെടുത്തതാരെ? സത്യം
തിരുവിഷ്ടം ചെയ്തു കൊള്ളുക, തിരുഹിതമായിടുക. തിരുവിഷ്ടം ചെയ്തു കൊള്ളുക, തിരുഹിതമായിടുക. ആത്മാവായി ജന്മം തന്നതുപരിയായി ഉയർത്തുക. ആത്മാവായി ജന്മം തന്നതുപരിയായി ഉയർത്തുക. ഈശ്വര രൂപമാകാൻ നിയോഗിച്ച ജന്മമീത്. ഈശ്വര രൂപമാകാൻ നിയോഗിച്ച ജന്മമീത്. പരിശോധിച്ചറിഞ്ഞു നീ പരിപൂർണമായി കൊള്ളുക. ഈശ്വര രൂപമാകാൻ നിയോഗിച്ച ജന്മമീത്. പരിശോധിച്ചറിഞ്ഞു നീ പരിപൂർണമായി കൊള്ളുക. പരിപൂർണ ജ്ഞാനരൂപം പരമാത്മാരൂപമല്ലോ. പരിപൂർണ ജ്ഞാനരൂപം പരമാത്മാരൂപമല്ലോ. പരമാനന്ദമാം വാഴ്ച പരമാത്മാരൂപത്തിൽ താൻ. താൻ പരമാനന്ദമാം വാഴ്ച പരമാത്മാരൂപത്തിൽ താൻ. ഓ ജന്മമായി ലോകത്തിലേക്ക് വന്നു, ജന്മമായി ലോകത്തിലേക്ക് വന്നു. വേണ്ടതൊന്നും ചിന്തിക്കാതെ മറ്റെന്തൊക്കെയോ ചിന്തിക്കുകയാണ്. വേണ്ടതും ചിന്തിക്കാതെ മറ്റെന്തൊക്കെയോ ചിന്തിക്കുക. അതിജീവനത്തിനുള്ള മാർഗങ്ങളാണ് സർവരും ചിന്തിക്കുന്നത്. അതിജീവനത്തിനുള്ള മാർഗങ്ങളാണ് സർവരും ചിന്തിക്കുന്നത്. പക്ഷേ അതെല്ലാം വളരെയേറെ അതിപ്രസരം ചെയ്തുകൊണ്ടാണ് ചിന്തയിലേക്ക് വരുന്നത്. പക്ഷെ അതെല്ലാം വളരെ അതിപ്രസരം ചെയ്തുകൊണ്ടാണ് ചിന്തയിലേക്ക് ആവശ്യങ്ങളല്ല പലപ്പോഴും ചിന്തിക്കുന്നത്. ആവശ്യങ്ങളല്ല പലപ്പോഴും ചിന്തിക്കുന്നത്. പണ്ട് എന്തെങ്കിലും ഒന്ന് വിശപ്പിന് കഴിക്കണമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് എന്തെങ്കിലും ഒന്ന് വിശപ്പിന് കഴിക്കണമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ഓരോ ഇടങ്ങളിലും നടക്കുന്ന സൽക്കാരാദികളെ പറ്റി ചിന്തിച്ചാൽ സഹിക്കാൻ കഴിയില്ല. ഓരോ ഇടങ്ങളിലും നടക്കുന്ന പറ്റി ചിന്തിച്ചാൽ സഹിക്കാൻ കഴിയും. വിവാഹങ്ങളായാലും വീടിന്റെ പ്രവേശന കർമ്മമായാലും ഇനി നിശ്ചയമായാലും എന്തിന് നിസാരങ്ങളായ കാര്യങ്ങൾ, ഒരു കുഞ്ഞിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലും എത്രത്തോളം ധനം വിനിയോഗിക്കുകയും ഭക്ഷണങ്ങൾ പാഴാക്കുകയും ചെയ്തുകൊണ്ടാണ്. ഓരോ നിസാരമായ കാര്യങ്ങൾ പോലും ഇപ്പോൾ ആഘോഷിക്കുന്നത് എന്തെല്ലാം ധനം വിനിയോഗിക്കുകയും ഭക്ഷണങ്ങൾ നഷ്ടമാക്കുകയും ചെയ്യും. ഇത് ഒരു നിമിഷം ഈ നഷ്ടമാക്കുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്രയോ ആളുകൾ ഇന്നും പട്ടിണി കിടക്കുന്നുണ്ട്. ഓരോ സർക്കാരുകളും അതുപോലെ പല സ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ പട്ടിണി മുഴുവൻ മാറി എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. നമുക്ക് പാർട്ടിക്കാരോടോ സർക്കാരിനോടോ ഒന്നും വിരോധം കൊണ്ടല്ല, ഉള്ള സത്യം പറയുകയാണ്. ഇപ്പോഴും ഇവിടെ വരാറുണ്ട് പലപ്പോഴും പട്ടിണി കിടക്കുന്ന ആളുകൾ. പലർക്കും പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹായത്തിന് ഒരാൾ ഇവിടെ വന്നു. അപ്പൊ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്നൊക്കെ
എനിക്കറിയാമെന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്. എന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് നിന്നാളിനോട് ഒരു കാര്യം എന്ന് പറഞ്ഞേ, ഉടനെ പറയാ ഒരു കാര്യം എന്ന് പറഞ്ഞു. എന്താ, ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്നെ പുകഴ്ത്തി പറഞ്ഞാൽ ഞാൻ കൂടുതൽ കൊടുക്കുമെന്നാണ് അവരുടെ ധാരണ. അപ്പൊ അതിന് അങ്ങ് വാദോരാതെ വർത്താനം പറയുകയാണ്. നല്ല ശിമ്പള കുട്ടപ്പനായിട്ട് ഒരുങ്ങി വന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് നിന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞ്, അപ്പൊ ആളിനെ അത് ഒട്ടും അറിയത്തില്ല. പിന്നെ ആലോചിച്ച് ഏതാണ്ടൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കുന്നത് വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയരുതെന്ന് തത്വത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല. ചില കാര്യങ്ങൾ പക്ഷേ മൂടി വെക്കാൻ പറ്റില്ലല്ലോ. അത് അയലത്തുകാരോ അല്ലെങ്കിൽ അന്നേരം കൂടിയിരിക്കുന്നവരൊക്കെ അറിഞ്ഞെന്നിരിക്കും. പക്ഷേ ഒരു പ്രസിദ്ധീകരണത്തിന് ഞാനത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ഒരു പേരെടുക്കാൻ വേണ്ടി അത് ചെയ്യാറുമില്ല. എന്തുകൊണ്ട്? അനാവശ്യമായി ഒരു ആഗ്രഹം ആ വിധത്തിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അത് ദോഷം ചെയ്യും. അർഹതയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ധർമ്മധനമാണ്. കണ്ണുനീരിന്റെ താഴ്വരയിൽ കരുണയോടെ താണിറങ്ങി വന്ന് നേർച്ച വാങ്ങിച്ച ധനമാണ് ഈ കാണുന്നതെല്ലാം. അത് കഷ്ടപ്പാടിന്റെ വകയാണ്, ത്യാഗകർമ്മത്തിന്റെ വകയാണ്. അതങ്ങനെ ആവശ്യമില്ലാതെ അർഹതയില്ലാത്തവരിലേക്ക് പോയാൽ അത് അവർക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഇതൊക്കെ രഹസ്യമായി ചെയ്യുന്നത്. തന്നെയുമല്ല, അതാണല്ലോ അതിന്റെ നിയമവും. നമ്മൾ ഒരാളിനെ സഹായിച്ചാൽ, ഇപ്പൊ പെറ്റത് അമ്മയ്ക്കൊരു മുണ്ട് വാങ്ങിച്ചു കൊടുത്താൽ അതുപോലും ഫോട്ടോ എടുത്ത് വാട്സപ്പിലിടുന്ന ആളുകളാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇതാ ഇപ്പൊ എന്റെ അമ്മയെ എടുത്തിട്ട് പോവുകയാണ്, നിങ്ങൾ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ കയ്യിലിരിക്കുന്നത് ഇത്ര രൂപയുടെ കസവുമുണ്ടാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇതാ നിങ്ങൾ നോക്കിക്കൊള്ളൂ, ഇത് എന്റെ അമ്മയുടെ വീടാണ്. അപ്പം വീടൊക്കെ തുറന്ന് പാവം പിടിച്ച അമ്മയെ ഞാൻ ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് കയ്യിലേയും തോർത്തൊക്കെ കൊടുത്ത് പാവം, അയ്യോ കഷ്ടം. ഇപ്പം ഇദ്ദേഹം മുണ്ടുമായിട്ട് ചെല്ലുക. ഇദ്ദേഹത്തിന് കയ്യിരിക്കുന്ന ഐഫോണ്, ഇറങ്ങി വന്ന ഒരു കാറിൽ നിന്ന് എല്ലാം ഉണ്ട്. പെറ്റതള്ള നിൽക്കുക ഒരു കുടിലിനകത്ത്. എന്നിട്ട് ഇത് കാണിക്കുക, അതാണ്ട് ഞാൻ കൊടുക്കുകയാണ്, കസവ് കൊണ്ട് കൊടുക്കുകയാണ്, ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവർക്കും ഇട്ട്. അപ്പോഴത്തേക്ക് ലൈക്കും ഷെയറും എന്ന് വേണ്ട കോലാഹലം. ഇതാണ് ഇപ്പോഴത്തെ ലോകം. അങ്ങനെയല്ല. നമ്മൾ ചെയ്യേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ നമ്മളിൽ കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ പ്രത്യക്ഷമാവുകയുള്ളൂ. അറിവാകുന്ന ഗുരു നിന്നിൽ മനസാക്ഷിയായി നിലകൊള്ളുന്നുണ്ട്. നീ ഒരാളിനൊരു സഹായം ചെയ്യുമ്പോൾ നിന്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈശ്വരൻ നോക്കുന്നത്. നീ പുറമേ പറയുന്ന വാക്കുകളൊന്നും അവിടേക്ക് എത്തുകയില്ല, അതൊന്നും അവിടെ കണക്കാക്കുകയില്ല. അത് മനുഷ്യലോകത്തിന് പരസ്പരം സംസാരിക്കാനാണ് ഭാഷകൾ ഉപയോഗിക്കുന്നത്. ദൈവം നിന്റെ ചിന്തകളെയാണ് പരിശോധിക്കുന്നത്. ആ ചിന്തകളെ പരിശോധിക്കുന്ന പരമാത്മാവാകുന്ന പരമഗുരുവിന്റെ മുൻപാകെ നിന്റെ ഗോഷ്ഠികൾ ഒന്നും നടക്കുകയില്ല. പരിശോധിച്ചറിയുന്നൊരറിവായിട്ടുള്ളതിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുന്നു. പരിശോധിച്ചറിയുന്നൊരറിവായിട്ടുള്ളതിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുന്നു. തന്നെ മറച്ചൊരു കാര്യവും ആർക്കും നടക്കുകയില്ല. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്ന, ഓരോ സെക്കൻഡിലും ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വീഡിയോ ആണെങ്കിൽ വീഡിയോ, ആഡിയോ ആണെങ്കിൽ ആഡിയോ, ഇനി അതല്ല ഇനി സിഗ്നലുകളായിട്ട് മാത്രമാണെങ്കിൽ അത് അങ്ങനെ. എത്ര അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവിടെ എപ്പോഴെപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചൊരു പുനഃപരിശോധന നടക്കാൻ അവരവർക്ക് കഴിയുകയുമില്ല. ദൈവം എന്തൊക്കെയാ എന്റെ മനസാക്ഷിയിൽ എഴുതിയിരിക്കുന്നതെന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അവരവർക്ക് സാധിക്കില്ല. സാധിക്കും എങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ കാരുണ്യത്താൽ ഈ ആത്മജ്ഞാനം നിന്നിൽ എത്തിയാൽ നിനക്ക് തന്നെ പരിശോധിക്കാൻ പറ്റും. അതാണ് പണ്ടൊരു ബ്രാഹ്മണൻ
ബ്രാഹ്മണൻ അദ്ദേഹം കുടുംബസമേതം ഇങ്ങനെ ജീവിക്കുകയാണ്. കുടുംബസമേതം ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദുർമോഹം തോന്നി. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദുർമോഹം തോന്നി. ഒരു സ്ത്രീ രൂപത്തെ കണ്ടപ്പോൾ ഒരു ദുർമോഹം തോന്നി. ഒരു സ്ത്രീ രൂപത്തെ കണ്ടപ്പോൾ ഒരു ദുർമോഹം അപ്പോ അദ്ദേഹത്തിൽ ആ ദൈവശക്തിയുടെ അധിവാസം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൽ ആ ദൈവശക്തിയുടെ അധിവാസം അപ്പൊ തന്നെ തോന്നി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ അപരാധമാണല്ലോ. അപ്പോൾ തന്നെ തോന്നി ഞാൻ ചെയ്തത് ഏറ്റവും വലിയ അപരാധമാണ്. എനിക്ക് സഹധർമ്മിണിയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. എനിക്ക് സഹധർമ്മിണിയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഞാൻ അവരെ അല്ലാതെ മറ്റൊരാളിനെ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ അവരെ അല്ലാതെ മറ്റൊരാളിനെ അപ്പൊ ഇതിന് ഒരു പരിഹാരം ചെയ്യണമെന്ന് നിശ്ചയിച്ചു. അപ്പൊ അതിനുവേണ്ടി പുണ്യസ്ഥാനങ്ങളിലെല്ലാം പോയി സന്ദർശിക്കുവാനും പാപപരിഹാരത്തിന് പ്രാർത്ഥിക്കാനും തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത് വളരെ പ്രശസ്തനായ പന്തിരുകുലത്തിലെ പാക്കനാരായിരുന്നു. അപ്പൊ പാക്കനാര് പറഞ്ഞു, പോകുമ്പം തിരുമേനി സ്നാനത്തിന് പോകുമ്പോ ഇതുകൂടെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞൊരു ഒരു കൈപ്പഞ്ചരയ്ക്ക കൈ കൊടുത്തു. പോകുന്നിടത്തല്ല ഇതിനെ കൂടെ ഒന്ന് മുക്കി കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തിനാന്ന് ചോദിച്ചു. തിരുമേനി തിരുവുള്ളം കനിഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് വന്നാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു പശ്ചാത്താപത്തോടുകൂടി പോവുമല്ലേ. അപ്പൊ ഇവന്റെ ഈ വേലക്കാരനാണെങ്കിൽ ഇവന്റെ കാര്യം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല സ്ഥാനങ്ങളിലും പോയി തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. വിശക്കുന്ന എനിക്ക് എന്തെങ്കിലും തരാൻ പറഞ്ഞു. ഉടനെ തരാം, ഞാൻ ഒരു കറി കൂടെ ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. പാക്കനാര് പറഞ്ഞു. പിന്നെ കൈപ്പഞ്ചുരയ്ക്ക വെച്ചൊരു കറി അങ്ങ് ഉണ്ടാക്കി. അതിന്റെ പേരുകൊണ്ട് തന്നെ അറിയാമല്ലോ അതിന്റെ സ്വഭാവം എന്താണ്. കറി വായിലോട്ട് വെച്ചപ്പോ കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ. എന്തൊരു കറിയാടാ നീ ഉണ്ടാക്കിയത്, എങ്ങനെ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കൊണ്ട് വെള്ളം തുടങ്ങി. അപ്പൊ പറഞ്ഞു, അയ്യോ ഇതിന്റെ കയ്പ് പോയില്ലയോ, അങ്ങ് കൊണ്ടുപോയി സ്നാനം ചെയ്യിച്ചു കൊണ്ടുവന്ന ചൊരക്കയായത്, ഇതിന്റെ കയ്പ് മാറിയില്ലയോ. അപ്പോഴാണ് ഈ ബ്രാഹ്മണന് താൻ ചെയ്ത കർമ്മത്തിന്റെ ആ പ്രത്യേകതയും ഇവൻ ഉദ്ദേശിക്കുന്ന കാര്യവും മനസ്സിലായത്. ഈ വേലക്കാരനായി നിൽക്കുന്ന വാക്കനാരെ വിളിച്ച് അടുത്തിരുത്തി. അന്ന് അങ്ങനെ കൂടുതൽ അടുത്തോട്ടൊന്നും ഇവരെ എത്തിക്കത്തില്ലല്ലോ. പക്ഷെ ഇവന്റെ ഈ ധർമ്മബോധം, ചിന്ത, തത്വചിന്ത അറിഞ്ഞപ്പോൾ അവനോടൊരു ബഹുമാനം തോന്നി. നീ ഇവിടോട്ടിരിക്കുക, നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നീ ഇതിന് പരിഹാരം തരണം. അപ്പൊ ഇദ്ദേഹം ഈ പാപകർമ്മത്തിന് പരിഹാരം ഈ കുളി കൊണ്ട് സാധ്യമല്ല എന്നാണ് പാക്കനാര് തെളിയിച്ചത്. എത്ര കുളത്തിൽ പോയി കുളിച്ചെന്ന് പറഞ്ഞാലും പാപം തീരുകയില്ല എന്നാണ് ഈ ചൊരക്കയുടെ കഥ കൊണ്ട് ഈ പാക്കനാര് ഈ ബ്രാഹ്മണനെ പഠിപ്പിച്ചത്. അപ്പൊ ബ്രാഹ്മണൻ പാക്കനാരോട് ചോദിക്കുകയാണ്, എന്താണ് ഇതിന് പരിഹാരം. അപ്പൊ പറഞ്ഞു, ഞാനൊരു പരിഹാരം പറയാൻ ചെയ്യാവോന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, കാരണം നീ അത്രയും വലിയ തത്വമാണ് എന്നിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു. എങ്കിൽ ആ സ്ത്രീയുടെ രൂപത്തിൽ ഒരു ഇരുമ്പ് പ്രതിമ ഉണ്ടാക്കണം. എന്നിട്ട് നാൽക്കവലയുടെ മധ്യത്തിൽ വെച്ചതിനെ പഴിപ്പിക്കണം. തീ പോലെ അത് തിളങ്ങുന്ന സമയത്ത് ഈ ആളുകൾ മുഴുവൻ കാണുക, അങ്ങ് പോയി ഇതിനെ ആലിംഗനം ചെയ്യണം. അങ്ങനെ ചെയ്താൽ പാപം തീരുമെന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പോലും പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണോ? ഒന്നാമത് ലോകപ്രശസ്തനായ ബ്രാഹ്മണൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് താനൊരു പാപം ചെയ്തു എന്ന് പറയാൻ പോലും നാണമാണ്. പക്ഷേ അത് പാപമാണെന്നും തന്റെ ആത്മാവിൽ കേടുവരുത്തുമെന്നും പൂർണ്ണമായും ബോധ്യമുള്ള ബ്രാഹ്മണൻ അതിനും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇരുമ്പ് പ്രതിമ തയ്യാറായി. നാൽക്കവലയെത്തി അങ്ങനെ തീ കൂട്ടി അങ്ങനെ തീയരിച്ചു നല്ല തിളങ്ങുന്ന പരുവത്തിലായി. തീയേതാ വിഗ്രഹമേതാന്നറിയാത്ത രീതിയിൽ അങ്ങനെ തിളങ്ങുന്ന പരുവത്തിൽ ഇരുമ്പ് പഴുത്തങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പാക്കനാരും ബ്രാഹ്മണനും ഒരറ്റത്ത്, പാപപരിഹാരത്തിന് വേണ്ടി തിരുമേനി ഇങ്ങനെ ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി ഒരു വലിയ ജനാവലി ഇവിടെ 4 റോഡിലും കൂടിയിരിക്കുകയാണ്. അവരിങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ആരവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇതിലോട്ട് സ്പർശിച്ചാൽ ഈ തിരുമേനിയുടെ കാര്യം പോക്കാം. ഇത് വല്ലാത്തൊരു പാപപരിഹാരമായി പോയല്ലോ എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങൾ ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഒരു വേലക്കാരൻ പറയുന്ന കേട്ട് ഈ തിരുമേനിക്ക് വല്ല കാര്യമുണ്ടോ എന്ന് വേണ്ട പല അഭിപ്രായങ്ങൾ
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഴുത്ത തിളങ്ങി അങ്ങനെ നിൽക്കുമ്പോ പിടിച്ചോ എന്ന് പറഞ്ഞു ആര്? പാക്കനാര്. പഴുത്ത് തിളങ്ങി നിൽക്കുമ്പോ പിടിച്ചോ എന്ന് പറഞ്ഞു. തിരുമേനി നടന്നു ചെന്നാൽ ഇതിൽ പിടിക്കാൻ പറ്റില്ല എന്നറിയാം. നടന്നു ചെന്നാൽ ഇതിൽ പിടിക്കാൻ പറ്റില്ല. കാരണം അടുത്ത് ചെല്ലുമ്പോഴേ ചൂടല്ലേ. അതിനൊരു ഒറ്റ ഓട്ടം ഓടി. ഓടി ഇതിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പാക്കനാര് കൈ കൊണ്ട് തൂത്തിഞ്ഞെടുത്ത്. ആരെ? ഈ ബ്രാഹ്മണനെ. മതി, ഇത്രയും മതി, പാപം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ആ പാപം തീരണമെന്നുള്ള കഠിനമായ തീരുമാനം ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ആ പശ്ചാത്താപ മനോഭാവം വന്നു കഴിഞ്ഞപ്പോൾ പാപം തീർക്കുന്ന പരമാത്മാവ് അവിടെ എഴുന്നള്ളി ദർശിക്കുകയാണ്. അതാണ് യഥാർത്ഥമായ പാപപരിഹാരം എന്ന് പറയുന്നത്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നേർച്ച കൊണ്ടുവന്ന് വെച്ച് ഭഗവാന്റെ മുന്നിൽ, ഭഗവാനെ ഞാൻ ഇന്ന പോലെ പാപം ചെയ്തു അങ്ങ് തീർത്തേക്കണേ എന്ന് പറഞ്ഞു താഴെ ഒപ്പിട്ടിട്ട് പോയാലൊന്നും പാപം തീരുകയില്ല. നമ്മുടെ ശുഭാനന്ദ ഗ്രന്ഥത്തിൽ പാപം തീർക്കുന്നതിന് ഒരു വലിയ വഴി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കാൻ വലിയ കൗതുകമായി. പാപം തീർക്കുന്ന വഴി എങ്ങനെ? ആരിൽ വായിച്ചവരുണ്ടോ? പാപം തീർക്കുന്ന വഴി വായിച്ചവരൊന്ന് കൈവക്കിയേ കാണട്ടെ. അപ്പൊ അതിനകത്ത് പാപം തീർക്കുന്നതിനൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ തുടരാൻ പോകുന്ന കർമ്മം, അതിന്റെ പരിണിത ഫലം ദുഃഖമാണെന്ന് അറിഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പാപമോചനം. അപ്പൊ ചെയ്തതിന് മോചനം ഉണ്ടോ? ഉണ്ടോ? സൽക്കർമ്മത്തിന്റെ ഫലം സന്തോഷം, ദുഷ്കർമ്മത്തിന്റെ ഫലം കുറച്ചങ്ങ് പറ. ഏതായാലും അതൊക്കെ പറഞ്ഞാലും ഉറച്ചു പറഞ്ഞാലും ദുഃഖം തന്നെ അല്ലയോ? അപ്പൊ ദുഃഖം വരാതിരിക്കണോ? എന്ത് ചെയ്യണം? ദുഷ്കർമ്മം ചെയ്യാതിരിക്കണം. സുഖം വരണമെങ്കിൽ എന്ത് ചെയ്യണം? സൽക്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മം ചെയ്തിടാതെ മഹനീയ മനുഷ്യന്മത്തെ ദുഷ്കർമ്മങ്ങളിൽ പെടുത്തി നഷ്ടമാക്കി കളയാതെ സൽക്കർമ്മങ്ങളിൽ കൂടി ഉയർന്ന് നിത്യാനന്ദ രാജ്യത്തിൽ എത്തിച്ചേരണം. അതിനാണ് ഈ നിയമവ്യവസ്ഥകൾ മുഴുവൻ ദാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാസ്തുതിയുടെ വ്രതവും അത് 21 ദിവസം കഴിയുമ്പോൾ ധാരാസ്തുതി മഹായജ്ഞം ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടി? സർവദോഷ ശാന്തിക്കും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടിയാണ് നടത്തുന്നത്. ആ ഉന്നതമായ വ്രതത്തെ അനുഷ്ഠിച്ചുകൊണ്ട് പാപചിന്ത ലേശവും അകതാരിൽ വരുത്താതെ അത്രയും സൂക്ഷിച്ച് ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മാവിൽ ആനന്ദം ഉണ്ടാകുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. കാരണം ആനന്ദം അനുഭവിച്ച അനേകങ്ങളുണ്ട്. യാതൊരു നിർവാഹവും ലോകരംഗത്ത് ജീവിക്കുവാനില്ലാത്തവർക്ക് പോലും ഈ ആനന്ദം ലഭിക്കുമെന്നുള്ളത് വലിയ ഒരു മഹാഭാഗ്യമാണ്. അവിടെ ധനത്തിന്റെ അളവ് വെച്ചല്ല ആനന്ദം കൊടുക്കുന്നത്, ഹൃദയപരിശുദ്ധിയാണ് അവിടെ അളക്കുന്നത്. പരിശുദ്ധ ഹൃദയങ്ങളിൽ പരമാനന്ദം കൊടുക്കുവാൻ അവതാരമായി വന്ന പരമാത്മാവിന്റെ നാമത്തിൽ
എന്ന പരമാത്മാവിന്റെ തിരുനാമത്തിൽ ആ ഉന്നതമായ ഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യജന്മങ്ങളെ, ഉന്നതമായ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യജന്മങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നല്ലതാണോ? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നല്ലതാണോ? നിങ്ങൾ പറയുന്നതെല്ലാം നല്ലതാണോ? പ്രവർത്തിക്കുന്നതെല്ലാം നല്ലതാണോ? അങ്ങനെ നന്മയെ ബന്ധിച്ചും ചിന്തിച്ചും ജീവിതം ചെയ്താൽ ഉന്നതമായ ഭാഗ്യം നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ആനന്ദമായി അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ ആനന്ദ സ്വരൂപനാകുന്ന ദൈവം, ഓ ആനന്ദത്തെ ആത്മലോകത്തിൽ ദാനം ചെയ്യുവാൻ വേണ്ടി നടത്തുന്ന മഹാധാരാസ്തുതി, അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി ചൈതന്യത്തോടും പരമാനന്ദാവസ്ഥയിൽ നടത്തപ്പെടുവാൻ പ്രകൃതിയിൽ വേണ്ടതെല്ലാം ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഉന്നതമായ പുണ്യപൂരത്തിന്റെ ആദർശക്കൊടി ഇറക്കി ആ ദിനത്തിൽ തന്നെയാണ് നമ്മൾ താരാസ്തുതി വ്രതം ആരംഭിച്ചത്. അത് തന്നെ ഇപ്രാവശ്യത്തെ താരാസ്തുതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആ നിറവിലാണ് നമ്മൾ വ്രതം ആരംഭിച്ചത്. അത് ഏറ്റവും വലിയ നിറവായി താരാസ്തുതി നിങ്ങൾക്ക് അനുഭവമാകുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളുന്ന പരമാർത്ഥമോദി പരമാനന്ദത്തെ നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. അതിനുവേണ്ടി ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും ഇതാ സന്നിഹിതരായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓ ഉന്നതനാകുന്ന ദൈവം ഈ വിധത്തിൽ നടത്തുന്ന ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ സുവർണരഥങ്ങളിൽ എഴുന്നള്ളത്തുണ്ട്. സാന്നിധ്യത്തിൽ ഭക്തലോകത്തെ ആനന്ദിപ്പിക്കുന്ന പരമാത്മ നടനം ജീവാത്മാവിൽ അനുഭവമാക്കുന്ന മഹാധാരാസ്തുതി അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള എന്റെ സന്താനങ്ങൾ തടസ്സം കൂടാതെ എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ മഹാനന്ദത്തെ ഉന്നതമായ പരമഭാഗ്യത്തെ ആത്മലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടി ആത്മനാഥൻ തീരുമാനിച്ച പ്രകാരം തിരിച്ചുദയമായി വന്ന ഉത്രാടവും അതിനുശേഷം വന്ന പൂരാടവും ഓ ഈ ലോകത്തിൽ മറവായ സമാധിനാചരണം വരുന്നു. ഭക്തിർഭരമായ നിലയിൽ ഓ വ്രതാനുഷ്ഠാനത്തോടുകൂടി ആ ദിനം ആചരിക്കുവാൻ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓ ഭക്തിനിർഭരമായ ദിനം ആചരിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ഈ അവതാര കർമ്മക്ഷേത്രത്തിന്റെ മുൻപിൽ ഓ അവതാര വാഴ്ചയെ വിളിച്ചറിയിക്കുവാൻ മഹാവിളംബരഗോപുരം നിർമ്മിക്കുന്നു. ശുഭാനന്ദ തപോ ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്നു. ഹൃദയശാസ്ത്രമായി നിർമ്മിക്കുന്നു. ഓ തപോ മണ്ഡപമായി നിർമ്മിക്കുന്നു. ഓ ശുഭാനന്ദ ജ്യോതിയായി നിർമ്മിക്കുന്നു. ആനന്ദ രൂപമായി നിർമ്മിക്കുന്നു. ഗുരുപ്രസാദമായി നിർമ്മിക്കുന്നു. സദാനന്ദ
പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മഹാഗോപുരം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടുവാൻ മഹാശക്തി എന്റെ ഭക്തലോകം ആർത്തിയോടെ കാത്തിരിക്കുന്നു. ഭഗവാന്റെ ഭക്തരോട് ആർത്തിയോടെ കാത്തിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് ഏറ്റവും വേഗം ഉദ്ഘാടന കർമ്മം നടത്തുവാൻ ഉദ്ഘാടനം നടത്തുവാൻ ഓ മഹാശക്തിയുടെ തിരുവുള്ളം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. മഹാശക്തിയുടെ തിരുവുള്ളം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ അതിന്റെ അകവും പുറവുമായ വ്യവസ്ഥകളെ ഉന്നതമായതിന്റെ അകവും പുറവുമായ വ്യവസ്ഥകളെ കാണുവാനും അറിയുവാനും ശില്പികളിലേക്ക് പകർത്തുവാനും കുട്ടികളിലേക്ക് പകർത്തുവാൻ മഹാഭാഗ്യം സിദ്ധിച്ച മഹാഭാഗ്യം സിദ്ധിച്ച ആത്മദീപത്തെ ആത്മദൈവമാതാവിനെ ആയിരാരോഗ്യത്തോടുകൂടി മഹാശക്തി നിലനിർത്തി തരുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി മഹാശക്തി നിലനിർത്തി തരുവാൻ അവതാര കർമ്മ പൂർത്തീകരണത്തിനായി തിരുവോധാര കർമ്മ പൂർത്തീകരണത്തിന് കോടാനുകോടി ആത്മദീപങ്ങൾ ലോകത്തിൽ ഉയർത്തപ്പെടേണ്ടതുണ്ട്. കോടാനുകോടി ആത്മദൈവങ്ങൾ ലോകത്തിൽ ഉയർത്തപ്പെടേണ്ടത് അതിനെല്ലാം ഉത്തമ മാതൃകയായി ലോകത്തിൽ വിളങ്ങുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഉത്തമമാതൃകയായി ലോകത്തിൽ വിളങ്ങുവാൻ ഈശ്വരൻ അതുപോലെ രാജഗോപാലിനെയും അതുപോലെ ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഇന്നേ ദിവസം ഈ ആരാധനയിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ദർശിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും നാം ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച് ഇന്നേ ദിവസം സത്യം ഈ ആദർശത്തിലേക്ക് ചേർക്കപ്പെട്ട ആവശ്യത്തിലേക്ക് ഓമന സന്താനങ്ങൾ ഓമന സന്താനങ്ങൾ സത്യത്തിൽ കൂടി ജീവിതം ചെയ്ത് സത്യത്തിൽ കൂടി ഉന്നതമായ പരമാനന്ദത്തിലെത്തുവാൻ ഉന്നതമായ വരുമാനം മഹാശക്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ നേർച്ചകളും സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആനന്ദരൂപനാകുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വാഴട്ടെ. സർവ പാപശാപ കർമ്മദോഷങ്ങളിൽ നിന്നും മഹാശക്തി നിങ്ങളെ വിടുതൽ ചെയ്യട്ടെ. ഉന്നതമായ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുവാനുള്ള പ്രാപ്തി നിങ്ങളിൽ ഭവിക്കട്ടെ. അതിൽ കൂടി ഉന്നതമായ ആദർശം നിങ്ങളിൽ വളരട്ടെ. അങ്ങനെ ലോകോത്തരമായ ശുഭാനന്ദാദർശം വളരട്ടെ. ആദർശക്കൊടി സർവ്വരാജ്യങ്ങളിലും പറക്കട്ടെ. ആദർശാശ്രമങ്ങൾ ലോകവ്യാപകമായി സ്ഥാപിക്കപ്പെടട്ടെ. ഉന്നതനാകുന്ന ദൈവം പ്രത്യക്ഷമായി സർവ്വതും നടത്തട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ. ശുഭാനന്ദ തപോശക്തി നിറഞ്ഞു വാഴട്ടെ. ആത്മലോക രക്ഷാർത്ഥം വാഴട്ടെ. ആത്മലോക രക്ഷാർത്ഥം വാഴട്ടെ. ശാന്തിയായി വാഴട്ടെ. ശാന്തിയായി വാഴട്ടെ. ശാന്തിയായി വാഴട്ടെ. ആനന്ദവാഴ്ച ആനന്ദവാഴ്ച ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച 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 ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച ആനന്ദ